Hi students, welcome to the class. നമുക്ക് exercise number 5 നോക്കാം. A machine owner finds from his past records that the cost per year of maintaining a machine A whose purchase price is rupees 6,000 as given below. ഒരു മെഷീൻ ഓണർ അദ്ദേഹത്തിന് A ടൈപ്പ് മെഷീൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് അതിൻ്റെ റെക്കോർഡ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പർച്ചേസ് പ്രൈസ് 6,000 rupees ആയിരുന്നു. അപ്പോൾ 8 ഇയേഴ്സിലെ മെയിൻ്റനൻസ് കോസ്റ്റും റീസെയിൽ പ്രൈസും തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അറ്റ് വാട്ട് ഏജ് ഈസ് റീപ്ലേസ്മെൻറ്റ് ഡ്യൂ. ഇപ്പം മെഷീൻ എ ഏത് ഇയറിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു റീപ്ലേസ്മെൻറ്റ് പോളിസി എന്നുള്ളതാണ് ഫസ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, ഓൾറെഡി അറിയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ മെഷീൻ എയുടെ റീപ്ലേസ്മെൻറ്റ് ഏജ് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് നമ്മളൊരു ടേബിൾ വരയ്ക്കുക, ഡിഫറെൻറ്റ് ഇയേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുക, ദെൻ മെയിൻ്റനൻസ് കോസ്റ്റ് ഓരോ ഇയറിലെയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് നമുക്ക് അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യാം. ഡയറക്റ്റായിട്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ അതിൻ്റെ ക്യുമുലേറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. അതായത് ഫസ്റ്റ് ഇയറിൽ 1,000, ദെൻ സെക്കൻഡ് ഇയറിൽ 1,000ഉം 1,200ഉം കൂടെ ആഡ് ചെയ്തിട്ട് 2,200, ദെൻ ഈ 2,200ൻ്റെ കൂടെ നെക്സ്റ്റ് ഇയറിലെ 1,400 കൂടെ ആഡ് ചെയ്ത് 3,600. അങ്ങനെ ഈച്ച് ഇയർ എന്ത് ചെയ്യുക, ക്യുമുലേറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ് കണ്ടുപിടിക്കുക. ദെൻ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ്റെ പർച്ചേസ് പ്രൈസിൽ നിന്നും റീസെയിൽ വാല്യൂ ഓരോ ഇയറിൻ്റെയും മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. ഇതും ക്യുമുലേറ്റീവ് ഡിപ്രീസിയേഷൻ ആണ്. അതായത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് എത്രയാണോ വരുന്നത് അതും കൂടി സെക്കൻഡ് ഇയറിൽ ആഡ് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിപ്രീസിയേഷൻ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ മെഷീൻ എയുടെ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 6,000 rupees ആണ്. ഫസ്റ്റ് ഇയറിലെ റീസെയിൽ വാല്യൂ 3,000 ആണ്. ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ 6,000 മൈനസ് 3,000, ദാറ്റ് ഈസ് 3,000 തന്നെയാണ്. ദെൻ സെക്കൻഡ് ഇയറിൽ വന്നിട്ട് 6,000 മൈനസ് 1,500 ആണ്. അത് എത്രയാണ്, 4,500 ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഈ 3,000 കൂടി ആഡ് ഓൺ ആയി പോകുന്നുണ്ട്. അപ്പം ഈ ഇയറിലെ മാത്രമായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഡിപ്രീസിയേഷൻ നമുക്ക് 1,500 മാത്രമേ വരുന്നുള്ളൂ. അപ്പം ക്യുമുലേറ്റഡ് ആയതുകൊണ്ടാണ് ഇവിടെ 4,500 വരുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ എന്താണ് 6,000 നെക്സ്റ്റ് ഇയറിൽ ആ തേർഡ് ഇയറിൽ എന്നിട്ട് 6,000 മൈനസ് റീസെയിൽ വാല്യൂ 750 ആണ്. 6,000 മൈനസ് 750 എന്ന് പറയുന്നത് 5,250 ആണ്. അപ്പം നമ്മൾ ആ ഒരു ഫോർമുല ഉപയോഗിച്ച് ഡിപ്രീസിയേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതായത് ക്യുമുലേറ്റീവ് ഡിപ്രീസിയേഷൻ ആണ്. നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. അതായത് മെയിൻ്റനൻസ് കോസ്റ്റും ക്യുമുലേറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റും ക്യുമുലേറ്റീവ് ഡിപ്രീസിയേഷനും കൂടി ആഡ് ചെയ്ത് ഓരോ ഇയറിലെയും ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ ആവറേജ് കോസ്റ്റ് എടുക്കുന്നു. അതായത് ടോട്ടൽ കോസ്റ്റിനെ ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്, ഏത് ഇയറിലാണെന്നുള്ളത് ഡിവൈഡ് ചെയ്തിട്ടാണ്, നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഓൾറെഡി നമ്മളിതിൻ്റെ കാൽക്കുലേഷൻസ് സെയിം പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ ഇയറിലെയും കണ്ടുപിടിക്കുമ്പോൾ ഏറ്റവും മിനിമം ആയിട്ടുള്ള ആവറേജ് കോസ്റ്റ് വരുന്ന ഏത് ഇയർ ആണോ, അപ്പോൾ ഇവിടെ നമുക്ക് പരിശോധിച്ചാൽ അറിയാം ഏറ്റവും മിനിമം കോസ്റ്റ് 2,700 ആണ് ആവറേജ് കോസ്റ്റ് വന്നിരിക്കുന്നത്. ആ ഇയർ എന്ന് പറയുന്നത് 5th ഇയർ ആണ്. നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും, അറ്റ് ദ എൻഡ് ഓഫ് ദി 5th ഇയർ മെഷീൻ എ ക്യാൻ ബി റീപ്ലേസ്ഡ് ആൻഡ് ഇറ്റ്സ് മിനിമം ആവറേജ് ഇയർലി കോസ്റ്റ് ഈസ് rupees 2,700. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു മെഷീൻ ബിയുടെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നമ്മളുടെ ആ മെത്തേഡ് 2 ആണ്. അതായത് രണ്ട് ടൈപ്പ് മെഷീൻസ് നമുക്ക് കമ്പാരിസൺ നടത്തേണ്ടതാണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഒരു പ്രോബ്ലത്തിൽ ഓൾറെഡി നമ്മൾ രണ്ട് മെഷീൻസ് കമ്പയർ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഇഷ്യൂവും കൂടെ പറയുന്നത് രണ്ട് മെഷീൻസും ഓരോ നമ്പർ വെച്ചിട്ടല്ല ഉള്ളത്. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ മെഷീൻസ് രണ്ട് ടൈപ്പ് വരുവാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇത്. അപ്പോൾ നമുക്ക് അടുത്ത മെഷീൻസും അതിൻ്റെ അതിൻ്റെ നമ്പേഴ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ദ കോസ്റ്റ് ഓഫ് മെഷീൻ ബി ഹൂസ് കപ്പാസിറ്റി ഈസ് 50% മോർ ദാൻ മെഷീൻ എ ഈസ് rupees 8,000. എസ്റ്റിമേറ്റ് ഓഫ് മെയിൻറ്റെയിനിങ് കോസ്റ്റ് ആൻഡ് റീസെയിൽ പ്രൈസ് ഫോർ ദിസ് മെഷീൻ ആർ ഗിവൻ ബിലോ. അപ്പം മെഷീൻ ബി ഉണ്ട്. അപ്പോൾ മെഷീൻ ബി അദ്ദേഹം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും, അദ്ദേഹം ഓൺ ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. പക്ഷേ മെഷീൻ ബിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെഷീൻ എയുടെ കപ്പാസിറ്റിയേക്കാൾ 50% കൂടുതൽ ക്യാപ്പബിൾ ആയിട്ടുള്ള മെഷീനാണ് മെഷീൻ ബി. അതുപോലെ തന്നെ മെഷീൻ ബിയുടെ കോസ്റ്റ് 8,000 rupees ആണ്. അതായത് പർച്ചേസ് പ്രൈസ് 8,000 rupees ആണ്. ഏകദേശം ഓരോ ഇയറിലും അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ അതിൻ്റെ എസ്റ്റിമേറ്റ് തന്നിരിക്കുന്നു.
മെയിൻ്റനൻസ് കോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അതിൻ്റെ റീസെയിൽ വാല്യൂവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. വാട്ട് ഈസ് ദ റീപ്ലേസ്മെൻറ്റ് ഏജ് ഓഫ് മെഷീൻ ബി? ഒരു ടേബിൾ വരച്ചുകൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് മെഷീൻ ബിയുടെയും റീപ്ലേസ്മെൻറ്റ് ഏജ് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഓരോ ഇയറിലെയും ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മെയിൻ്റനൻസ് കോസ്റ്റ്. അതുപോലെ തന്നെ അതിൻ്റെ ക്യുമുലേറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ് കണ്ടുപിടിക്കുക. ദെൻ ഡിപ്രീസിയേഷൻ നമുക്കറിയാം, കോസ്റ്റ് ഇവിടെ 8,000 റുപ്പീസ് ആണ്. ഓരോ വർഷത്തെയും റീസെയിൽ വാല്യൂ ഉണ്ട്, അത് മൈനസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ക്യുമുലേറ്റീവ് ആയിട്ട് തന്നെയാണ് ഡിപ്രീസിയേഷൻ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ടോട്ടൽ കോസ്റ്റ്, അതായത് മെയിൻ്റനൻസ് കോസ്റ്റും ഡിപ്രീസിയേഷനും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പം അതും എവരി ഇയറിലെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ദെൻ ആവറേജ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഓൾറെഡി കാൽക്കുലേഷൻസ് അറിയാവുന്നത് കൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ മിനിമം ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് 3,540 ആണ് വന്നിരിക്കുന്നത്. അത് ഏത് ഇയർ ആണെന്ന് നോക്കുക, 5th ഇയർ ആണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ ടേബിൾ ദാറ്റ് റീപ്ലേസ്മെന്റ് ഏജ് ഓഫ് മെഷീൻ ബി ഈസ് 5 years ആൻഡ് മിനിമം ആവറേജ് ഇയർലി കോസ്റ്റ് ഈസ് 3,540. അപ്പം ഈ ഒരു ഇയറിൽ, അതായത് 5 years ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഈ ഒരു മെഷീൻ ബി റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റ് പോളിസി എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം ആദ്യത്തെ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. എ മെഷീൻ ഓണർ ഹാസ് 3 machines ഓഫ് ടൈപ്പ് എ. അപ്പോൾ നമ്മൾ പറഞ്ഞ മെഷീൻ ഓണർക്ക് മെഷീൻ എ, ടൈപ്പ് എ മെഷീനാണ് അദ്ദേഹം ഓൺ ചെയ്യുന്നത്. ടൈപ്പ് എ മെഷീൻ അദ്ദേഹത്തിന് 3 എണ്ണം ഉണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത മെഷീൻ്റെ 3 എണ്ണം അദ്ദേഹത്തിനുണ്ട്. 2 of these machines are 2 years old and third 1 year old. അപ്പോൾ അയാൾക്കുള്ള 3 മെഷീൻസിലെ ആദ്യത്തെ 2 മെഷീൻസ് എന്ന് പറയുന്നത് 2 വർഷം പഴക്കമുള്ളതാണ്. ആൻഡ് മൂന്നാമത്തെ ഒരു മെഷീൻ 1 വർഷമായിട്ടേ ഉള്ളൂ അദ്ദേഹം ഓൺ ചെയ്തിട്ട്. അപ്പോൾ ഇത് ടൈപ്പ് എ മെഷീൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ടൈപ്പ് ബി മെഷീൻ അദ്ദേഹം ഓൺ ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത മെഷീൻ ഉണ്ടല്ലോ, ടൈപ്പ് എ മെഷീൻ, അദ്ദേഹം ആ ടൈപ്പ് എ മെഷീൻ 3 എണ്ണമാണ് ഓൺ ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ 2 മെഷീൻ അയാൾ വാങ്ങിച്ചിട്ട് 2 വർഷമായിട്ടുണ്ട്. ആൻഡ് മൂന്നാമത്തെ ഒരു മെഷീൻ അയാൾ ഹോൾഡ് ചെയ്യുന്ന 1 വർഷമായിട്ട് അയാൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീ ഈസ് കൺസിഡറിങ് ടു പർച്ചേസ് എ ന്യൂ മെഷീൻ ഓഫ് ടൈപ്പ് ബി. ഈ ടൈപ്പ് എ മെഷീൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് ടൈപ്പ് ബി മെഷീൻ അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നു. അപ്പോൾ രണ്ടിൻ്റെയും റീപ്ലേസ്മെൻറ്റ് ഏജ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ ഒരു കമ്പാരിസൺ നടത്താൻ പറ്റും. Assuming that the loss of flexibility due to fewer machine is of no importance and he continues to have sufficient work for 3 of the all machines, what should his policy be? നമുക്ക് ഒരുപാട് മെഷീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കും, നമുക്ക് പ്രൊഡക്ഷനൊക്കെ നടത്തുന്നതിന് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആയിട്ട് കൂടുതൽ ക്യാപ്പബിൾ ആയിട്ടുള്ള കുറച്ച് നമ്പർ ഓഫ് മെഷീൻസ് കുറച്ച് കുറഞ്ഞാലും കൂടുതൽ ക്യാപ്പബിൾ ആയിട്ടുള്ള മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ലേ എന്നുള്ള അയാൾ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അതായത് ഈ 3 മെഷീൻ എ ഹോൾഡ് ചെയ്യുന്നതിനേക്കാൾ ഒരു 2 മെഷീൻ ബി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ലേ? അതായത് ഇതിൻ്റെ ക്യാപ്പബിലിറ്റി പറയുന്നുണ്ട്. എ എന്ന് പറയുന്ന ആ ഒരു എ ടൈപ്പ് മെഷീനേക്കാളിലും 50% മോർ ക്യാപ്പബിൾ ആണ് മെഷീൻ ബി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇയാൾ ഈ എ ടൈപ്പ് മെഷീൻ 3 എണ്ണം ഹോൾഡ് ചെയ്യുന്നതിനേക്കാൾ മെഷീൻ ഒരെണ്ണത്തിന് തുല്യമാക്കത്തില്ല, കാര്യം 50% ക്യാപ്പബിലിറ്റി ഉള്ളൂ. അപ്പം മെഷീൻ ഒരു 2 എണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്താലും നമ്പർ കുറഞ്ഞാലും അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കൂടുതൽ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു മെഷീൻ ആയിരിക്കില്ലേ കിട്ടുന്നത് എന്നുള്ള ഒരു ആലോചന. അപ്പം അയാൾക്ക് എന്ത് ചെയ്യണം? മെഷീൻ ബി അതിന് പകരമായിട്ട് ഒരു മെഷീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ എത്ര മെഷീൻ അങ്ങനെ മെഷീൻ ബി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് ഏത് ഏജിൽ ആയിരിക്കും അത് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് പ്രോബ്ലം നമ്മൾ അങ്ങനെ മെഷീൻസ് കമ്പാരിസൺ നടത്തിയിട്ട് പിന്നെ മെഷീൻ നമ്മൾ 2 ആവറേജ് കോസ്റ്റുകളും കൂടി കമ്പയർ ചെയ്ത് അങ്ങനെ മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് പിന്നെ 3 മെഷീൻസും 2 മെഷീൻസും ഒക്കെ വെച്ചാണ് കമ്പാരിസൺസ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്, അതേ ഉള്ളൂ. അതിൽ നിന്നും ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ കമ്പാരിസൺ നടത്തുന്നത് എന്നുള്ളത്. നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ആവറേജ് കോസ്റ്റ് 2 മെഷീൻസിൻ്റെയും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഇതിൻ്റെ ഒരു ആൻസറായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം to decide the replacement policy of machine A by machine B is justified or not,
അതായത് നമുക്ക് മെഷീൻ എയും മെഷീൻ ബിയും ആയിട്ട് നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തായിരുന്നു. നമുക്ക് ഇതിൻ്റെ മിനിമം ആവറേജ് കോസ്റ്റ് കമ്പാരിസൺ നടത്തിയിട്ട് മിനിമം വരുന്നത് ഏതാണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ പുതിയ മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് കുറവായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലൊരു ഡിസിഷനാണ് എന്നുള്ളതായിരുന്നു നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിലൊക്കെ ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കും, മെഷീൻ ബിക്ക് നമുക്ക് ആവറേജ് കോസ്റ്റ് വരുന്നത് 3540 ആണ്. ദെൻ മെഷീൻ എക്ക് നമുക്ക് ആവറേജ് കോസ്റ്റ് വരുന്നത് 2700 ആണ്. അപ്പോൾ ഇവിടെ മെഷീൻ എയുടെ തന്നെ കോസ്റ്റാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കാര്യം ഇവിടെ ഓരോ മെഷീൻസ് വെച്ചല്ല നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇവിടെ മെഷീൻ ബിയുടെ ക്യാപ്പബിലിറ്റി വെച്ചിട്ട് നമുക്ക് എത്ര മെഷീൻ എക്ക് തുല്യമായ എത്ര മെഷീൻ ബി നമുക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ഡിസിഷൻ ആദ്യം നമുക്ക് എടുക്കാം. സിൻസ് ദ കപ്പാസിറ്റി ഓഫ് മെഷീൻ ബി ഈസ് 50% മോർ ദാൻ ദാറ്റ് ഓഫ് മെഷീൻ എ, 2 ലാർജർ മെഷീൻ ബി ആർ എക്വിപ്മെന്റ് ടു 3 സ്മോളർ മെഷീൻസ് എ. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് മെഷീൻ ബി എന്ന് പറയുന്നത് മെഷീൻ എയേക്കാൾ 50% മോർ ക്യാപ്പബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പം മെഷീൻ 3 എ ഉണ്ട് എന്നുണ്ടെങ്കിലും അത് മെഷീൻ ഒരു 2 എണ്ണത്തിനെങ്കിലും ഈക്വൽ ആയിരിക്കും അല്ലേ. അതായത് ഇപ്പം 3 പകുതി എന്ന് പറയുന്നത് 1.5 അപ്പോൾ 1.5 മെഷീൻ നമുക്ക് കൊണ്ടുവിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2 മെഷീൻ അല്ലേ, 3 മെഷീന് ഈക്വലായിട്ട് 3 മെഷീൻ എ ടൈപ്പിന് ഈക്വലായിട്ട് നമുക്കൊരു 2 മെഷീൻ ബി കൊണ്ടുവരാം. അപ്പം എന്താണ്, 2 ലാർജർ മെഷീൻ നമുക്ക് 3 സ്മോളർ മെഷീൻ എക്ക് പകരമായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം അതിൻ്റെ ആവറേജ് കോസ്റ്റുകൾ തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പം 3540 എന്ന് പറയുന്നത് അല്ല നമ്മൾ നോക്കേണ്ടത്, അത് 2 മെഷീൻസിൻ്റെ വെച്ചിട്ടും അതുപോലെ തന്നെ മെഷീൻ എയുടെ 3 മെഷീൻസിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര കോസ്റ്റാണ് വരുന്നത് അതും നമ്മൾ അതുപോലെ തന്നെ മെഷീൻ എയുടെ ആവറേജ് കോസ്റ്റുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നത്. അപ്പം അതിൻ്റെ കാൽക്കുലേഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പം മെഷീൻ ബി എന്ന് പറയുന്നത് നമ്മൾ 2 എണ്ണമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മിനിമം ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് 3540 ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ആ ടേബിളിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം മെഷീൻ എ നമുക്ക് ആ പ്ലേസിൽ 2 എണ്ണം വേണ്ട സ്ഥലത്ത് നമുക്ക് എത്ര വേണം, 3 എണ്ണം വേണം. അപ്പം അതിൻ്റെ കോസ്റ്റ് നമ്മൾ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്കറിയത്തില്ല, ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് കോസ്റ്റ് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പം 3x, അതായത് മെഷീൻ എയുടെ 3x എന്ന് പറയുന്നത് 2 മെഷീൻ ബിയുടെ കോസ്റ്റിന് ഈക്വൽ ആക്കി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. നമുക്ക് 3x ഈക്വൽ ടു, ഇത് രണ്ടിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 3x ഇസ് ഈക്വൽ ടു 2 × 3540. അതായത് മെഷീൻ ബി നമ്മൾ 2 എണ്ണമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മെഷീൻ എ ഓൾറെഡി നമുക്ക് 3 എണ്ണമാണുള്ളത്. അപ്പം 2 എണ്ണത്തിൻ്റെ കോസ്റ്റ് നമുക്ക് ഇത്രയായിട്ട് വരും. 2 എണ്ണം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കോസ്റ്റ് ആകുന്നു. അതേസമയം അറ്റ് ദ സെയിം ടൈം 3 എണ്ണം എ ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതിന് തുല്യമായിട്ടുള്ള എത്ര കോസ്റ്റ് ആകും എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണ്. ഓക്കെ, അപ്പോൾ അതായത് എയുടെ എത്രമാത്രം കോസ്റ്റ് ബിക്ക് ആകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കോസ്റ്റ് എയുടെ എത്ര മാത്രം കോസ്റ്റ് ബിക്ക് ആകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 2 × 3540 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് 2360 ഓഫ് മെഷീൻ എ. അപ്പോൾ മെഷീൻ എയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 2360 റുപ്പീസാണ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് 2 മെഷീൻസും 3 മെഷീൻസും വീതമായതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കമ്പാരിസൺ വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കോസ്റ്റുമായിട്ടാണ് മെഷീൻ എയുടെ മിനിമം ആവറേജ് കോസ്റ്റ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പം കമ്പയർ ദിസ് കോസ്റ്റ് വിത്ത് മിനിമം ആവറേജ് കോസ്റ്റ് ഓഫ് മെഷീൻ എ. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. മിനിമം ആവറേജ് കോസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത് 2700 ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നത്. അല്ല ഡയറക്റ്റ്ലി നമ്മൾ 3540 വെച്ചിട്ടല്ല. 3540 കോസ്റ്റ് വരുന്ന എത്ര മെഷീൻസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, 2 എണ്ണമാണ്. ഓൾറെഡി നമുക്ക് എ മെഷീൻ 3 എണ്ണമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇത്രയുമാണ് കോസ്റ്റ് വരുന്നത്. മെഷീൻ എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ഓൾറെഡി നമുക്ക് മെഷീൻ എക്ക് 2700 ആണ് മിനിമം ആവറേജ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഏതാണ് കോസ്റ്റ് കുറവുള്ള ആ മെഷീനാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത്. അപ്പം 2360 രൂപ മാത്രമേ മെഷീൻ ബി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആകുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മെഷീൻ എ നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് മെഷീൻ ബി കൊണ്ടുവരണം. മെഷീൻ എ നമ്മൾ മാറ്റിക്കൊണ്ട് മെഷീൻ ബി കൊണ്ടുവരുന്നത് തന്നെയാണ് നമുക്ക് എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് ഈ ഒരു കാൽക്കുലേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ആ ഒരു കാൽക്കുലേഷനാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ആവറേജ് ഇയർലി കോസ്റ്റ് ഓഫ് മെഷീൻ ബി എന്ന് പറയുന്നത് 3500 ആണ്. അത് നമ്മൾ മെഷീൻ എയുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു കാൽക്കുലേഷനിലൂടെ നമുക്ക് ഇത്രയും റുപ്പീസാണ് വരുന്നത്. ഇത് എന്ന് പറയുന്നത് മെഷീൻ എയുടെ
മിനിമം ആവറേജ് കോസ്റ്റിനേക്കാൾ ലോ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എ മെഷീൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് മെഷീൻ ബി കൊണ്ടുവരണം. അതായത് 2 ബി ക്യാപ്പബിൾ ആയിട്ടുള്ള എയേക്കാൾ കൂടുതൽ കപ്പാസിറ്റി ഉള്ള മെഷീൻ ബി 2 മതിയാകും മെഷീൻ എ 3 ഹോൾഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലതെന്നുള്ള ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ സാധിച്ചു. ആ റീപ്ലേസ്മെന്റ് പോളിസിയുടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. അതായത് മെഷീൻ ബി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എടുത്തു. ഇനി നമുക്ക് അടുത്തത് റീപ്ലേസ്മെന്റ് പോളിസിയിൽ നമുക്ക് വേറൊരു ഡിസിഷൻ എടുക്കാനുണ്ട്. അതായത് ഏത് വർഷമാണ് നമ്മൾ മെഷീൻ എ റീപ്ലേസ് ചെയ്തുകൊണ്ട് മെഷീൻ ബി കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഒരു മെഷീൻ മാത്രമായിരുന്നു, 2 മെഷീൻസ്, അതായത് ഓരോ മെഷീൻസ് വീതം ഉള്ളായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ കമ്പാരിസൺ നമുക്ക് നടത്താൻ എളുപ്പമായിരുന്നു. നമ്മളിപ്പോൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മളത് ചെയ്തതുമാണ്. കഴിഞ്ഞ 4th എക്സസൈസിൽ നമ്മൾ ചെയ്തതാണ്. പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെഷീൻ്റെ മിനിമം ആവറേജ് കോസ്റ്റും അതുപോലെ നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന പഴയ മെഷീൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏത് വർഷം മുതലാണ് ഈ മെയിൻ്റനൻസ് കോസ്റ്റ് നമ്മുടെ പുതിയ മെഷീൻസ് ആവറേജിന് കോസ്റ്റിനേക്കാൾ കൂടി വരുന്നത്, ആ വർഷമായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, ആ പഴയ മെഷീൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ മെഷീൻ കൊണ്ടുവരണം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത്. പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് 3 മെഷീനുകളാണ് എ ടൈപ്പ് ഈ ഓണർ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതും പല വർഷങ്ങളിലായിട്ട് ഉള്ള മെഷീൻസ് ആണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി വായിച്ചിരുന്നു. അതായത് അയാൾ ഹോൾഡ് ചെയ്യുന്ന 3 മെഷീനിലെ 2 മെഷീൻ 2 വർഷമായിട്ടുണ്ട്. അതിൽ 3ാമത്തെ മെഷീൻ 1 വർഷം ആയതാണ് എന്നുള്ളത് അല്ലേ. അപ്പം അതും കൂടി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആവറേജ് പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് എക്സസൈസ് നമ്പർ 4 നമുക്ക് ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിപ്രീസിയേഷൻ അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യാതെ മെയിൻ്റനൻസ് കോസ്റ്റ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ആ കമ്പാരിസൺ നടത്തിയത്. ലാസ്റ്റ് എക്സസൈസും കൂടെ എടുത്തൊന്ന് നോക്കുക. അതുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക ഈ ഒരു പ്രോബ്ലം. അതിൻ്റെ അകത്ത് ഡിപ്രീസിയേഷൻ നമ്മുടെ ഒറിജിനൽ കോസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല, ഡിപ്രീസിയേഷനും കൂടി മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടല്ലായിരുന്നു നമ്മൾ എടുത്തത്. പക്ഷേ ഇവിടെ നമുക്ക് ഡിപ്രീസിയേഷൻ ഓരോ ഇയറിലെയും കൃത്യമായിട്ട് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ ഓരോ വർഷത്തെ മെയിൻ്റനൻസ് കോസ്റ്റും അതുപോലെ തന്നെ ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷനും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ കോസ്റ്റ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ്റനൻസ് കോസ്റ്റ് മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കമ്പയർ ചെയ്യാനായിട്ട്. പിന്നെ എന്തും എടുക്കണം, ഡിപ്രീസിയേഷനും കൂടി എടുക്കണം. അത് മാത്രമല്ല നമുക്ക് ക്യുമുലേറ്റീവ് അല്ല വേണ്ടത്. ഇവിടെ നമുക്ക് പെർ ഇയർ ഓരോ ഇയറിലും എത്രയാണോ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ്, പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റും ഡിപ്രീസിയേഷനും കൂടി ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പുതിയ മെഷീൻ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആവറേജ് കോസ്റ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് മെഷീൻ എയുടെ ടേബിളാണ്. അപ്പോൾ ഇവിടെ ഓരോ വർഷത്തെയും ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് കോസ്റ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ ആണ്. പക്ഷേ ഇവിടെ ക്യുമുലേറ്റീവ് ആണ്. ടോട്ടൽ കോസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത് പോലെ എടുക്കാൻ പറ്റില്ല, ക്യുമുലേറ്റീവ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇയറിലെ അത് തന്നെയായിരിക്കും, അത് ക്യുമുലേഷൻ വരുന്നതല്ലല്ലോ. ഫസ്റ്റ് ഇയറിലെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ടോട്ടൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് 1000 rupees ആണ്, ഡിപ്രീസിയേഷൻ 3000 ആണ്. അപ്പോൾ 1000 + 3000 4000 തന്നെയാണ്. നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 4000 കൂടെ ആഡ് ഓൺ ആയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് ഇപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിലും മെയിൻ്റനൻസ് കോസ്റ്റ് നമ്മൾ എന്താണ് ഈ വർഷത്തെയും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ക്യുമുലേറ്റീവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റ് നമ്മൾ എടുത്താൽ മതി, പക്ഷെ ആ ഇയറിലെ മാത്രം നമുക്ക് മതി. മനസ്സിലായല്ലോ. ടോട്ടൽ കോസ്റ്റ് അപ്പം ഇവിടെ എന്താണ്, ഈ 4000 കൂടെ ആഡ് ഓൺ ആയിട്ടുണ്ട്. ആ 4000 അങ്ങ് കഴിഞ്ഞ് ബാക്കിയുള്ളത് മാത്രമാണ് ആ വർഷത്തെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ 6700 എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് 4000 കൂടെ ആഡ് ഓൺ ആയിട്ടുണ്ടല്ലോ, അതങ്ങ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് വരുന്നത്, അതാണ്. അതിപ്പം 6700 - 4000 ദാറ്റ് ഈസ് 2700 ആണ് ഈ ഇയറിലെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് ഇയറിലെ വരുമ്പോൾ ഈ 6700 കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ഓൺ ആയിട്ടുണ്ട്. അത് നമ്മളങ്ങ് കുറച്ചതിന് ശേഷം ബാക്കി എത്രയാണോ വരുന്നത് അതാണ് ആ വർഷത്തെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റുമായിട്ടാണ് നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യേണ്ടത് കേട്ടോ. കാര്യം നമുക്ക് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ എത്രയാണെന്നുള്ളത് റീസെയിൽ വാല്യൂ തന്നിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ കോസ്റ്റുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏത് ഇയറിലാണ് പുതിയ മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കേണ്ടത്. ഞാനിത് പറയാൻ കാര്യം, നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം ചെയ്തപ്പോൾ അവിടെ നമ്മൾ മെയിൻ്റനൻസ് കോസ്റ്റ് മാത്രം ആയിരുന്നു നമ്മൾ ആ പുതിയ മെഷീൻ്റെ ആവറേജ് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തത്. ഇവിടെ ഡിപ്രിസിയേഷൻ ഓരോ വർഷത്തെയും തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യേണ്ടത് ഓരോ വർഷത്തെയും എന്താണ്
ടോട്ടൽ കോസ്റ്റ്, അതായത് മെയിൻ്റനൻസ് കോസ്റ്റും ഡിപ്രീസിയേഷനും പെർ ഇയർ ഓരോ ഇയറിലെയുമാണ്, ക്യുമുലേറ്റീവ് അല്ല എടുക്കേണ്ടത്, ഓരോ ഇയറിലെയാണ്. നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം ചെയ്തപ്പോഴും നമ്മൾ ക്യുമുലേറ്റീവ് അല്ലായിരുന്നു എടുത്തത്. ആ മെയിൻ്റനൻസ് കോസ്റ്റ് ഓരോ വർഷത്തെയും സെപ്പറേറ്റ് ആയിട്ടുള്ളത് വെച്ച് നോക്കിയിട്ടായിരുന്നു നമ്മൾ അതിൻ്റെ പുതിയ മെഷീൻ്റെ ആവറേജ് കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തത്. ഓക്കെ, നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ദ 3 smaller machine A should be replaced by 2 large machine B at the time when the running cost for the next year of the 3 smaller machine exceeds the average yearly cost of 2 larger machines B. അപ്പോൾ എന്നാണ് നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഡിസിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് മുതലാണോ മെഷീൻ എയുടെ, അതായത് എത്ര മെഷീൻസ് ആണോ അയാൾ ഹോൾഡ് ചെയ്യുന്നത്, എത്ര 3 എണ്ണമാണ് അയാൾ ഹോൾഡ് ചെയ്യുന്നത്, അപ്പം അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് എന്ന് മുതലാണോ പുതിയ മെഷീൻ്റെ മിനിമം ആവറേജ് കോസ്റ്റിനേക്കാൾ എക്സീഡായി തുടങ്ങുന്നത്, അന്ന് മുതലാണ് എന്ത് ചെയ്യേണ്ടത്, അയാൾ പുതിയ മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പം ഏത് വർഷം വരെയാണ് ഈ മെഷീൻ എയുടെ ആവറേജ്, അതായത് റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ മെയിൻ്റനൻസ് കോസ്റ്റും ഡിപ്രീസിയേഷനും കൂടി രണ്ടും കൂടി കൺസിഡർ ചെയ്യുന്നതാണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കേണ്ടത് ഈ പുതിയ മെഷീൻ്റെ മിനിമം ആവറേജ് കോസ്റ്റാണ്. മിനിമം ആവറേജ് കോസ്റ്റ് 3540 ആണെന്നുള്ളത് നമുക്ക് ടേബിളിൽ നമുക്ക് കിട്ടിയായിരുന്നു അല്ലേ. അപ്പം അത് എത്ര മെഷീൻസ് ഉണ്ട്, 2 മെഷീനാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2 മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര വരും, 7080 റുപ്പീസ്. അപ്പം ഈ ഒരു എമൗണ്ടുമായിട്ടാണ് നമ്മൾ മെഷീൻ എയുടെ കമ്പയർ ചെയ്യേണ്ടത്. നമുക്ക് ഓരോ വർഷത്തെയും റണ്ണിങ് കോസ്റ്റ് ഒന്ന് നമുക്ക് എഴുതാം. റണ്ണിങ് കോസ്റ്റ് ക്യുമുലേറ്റീവ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ക്യുമുലേറ്റീവ് ടോട്ടൽ കോസ്റ്റ്, അതായത് മെയിൻ്റനൻസ് കോസ്റ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ ടോട്ടൽ കോസ്റ്റ് ആണ് എടുക്കേണ്ടത്. പക്ഷേ ഓരോ വർഷത്തെയും സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്, ക്യുമുലേറ്റീവ് അല്ല വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 4000 ആണ്, സെക്കൻഡ് ഇയറിൽ 6700 മൈനസ് ഫസ്റ്റ് ഇയറിലെ ആ 4000 നമ്മളങ്ങ് മൈനസ് ചെയ്തിട്ട് ബാക്കി ആ വർഷത്തെ മാത്രം നമ്മൾ എടുക്കുവാണ്, 2700. അതുപോലെ 8850 മൈനസ് 6700. അങ്ങനെ ഓരോ വർഷത്തെയും ലാസ്റ്റ് ഇയറിൽ നമ്മൾ മൈനസ് ചെയ്തതിന് ശേഷം ഓരോ വർഷത്തെയും മെയിൻ്റനൻസ് കോസ്റ്റാണ് ഈ എഴുതിയിരിക്കുന്നത് മെഷീൻ എയുടെ. അപ്പം ഈ ഫിഗേഴ്സ് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നു. മെയിൻ്റനൻസ് കോസ്റ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ ഫോർ ദി ഇയർ, അതായത് ഓരോ വർഷത്തെയുമാണ്. ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് ദ 2 മെഷീൻസ് ആർ 2 years ഓൾഡ് ആൻഡ് 1 year ഓൾഡ്. നമുക്ക് ഓൾറെഡി ഇൻഫർമേഷൻ തന്നിരുന്നു. നമ്മളുടെ കയ്യിലുള്ള മെഷീൻ എയുടെ ആദ്യത്തെ 2 മെഷീൻ 2 വർഷം ആയതാണ്, പിന്നെ ഇരിക്കുന്ന ഒരു മെഷീൻ 1 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നെക്സ്റ്റ് ഇയർ ഫ്രം നൗ ഫോർ 3 മെഷീൻസ് എ. അപ്പം നമ്മൾ നോക്കാൻ പോകും, നമുക്ക് ഓൾറെഡി ഇനി അങ്ങോട്ടുള്ള കോസ്റ്റാണ്, അതായത് എന്ന് മുതൽ നമ്മൾ റീപ്ലേസ് ചെയ്യണം എന്നുള്ള. ഓൾറെഡി നമ്മളുടെ കയ്യിൽ 2 വർഷം ആദ്യത്തെ 2 മെഷീൻ 2 വർഷം ആയിക്കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കോസ്റ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോൾ അടുത്ത ഈ മെഷീൻ ബി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓൾറെഡി 2 വർഷം കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ കോസ്റ്റ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് 3-ാമത്തെ വർഷം തൊട്ടാണ് നമുക്കത് കമ്പയർ ചെയ്ത് നോക്കേണ്ടത്. ഇപ്പം ആദ്യത്തെ 2 മെഷീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 വർഷത്തെ നോക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ലൈഫ് കഴിഞ്ഞു. ഇനി അപ്പം 3-ാമത്തെ വർഷം മുതലല്ലേ നോക്കേണ്ടത്. ഇനി 3-ാമത് ഇരിക്കുന്ന മെഷീൻ, അതായത് 3 മെഷീനുണ്ട്. ആദ്യത്തെ മെഷീൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, 2 വർഷത്തെ പിന്നെ നോക്കേണ്ട കാര്യമില്ല, കാര്യം അത് ആ പീരീഡ് അയാളുടെ കഴിഞ്ഞു, ആ മെഷീൻ്റെ കഴിഞ്ഞു. ദെൻ 3-ാമത്തെ മെഷീൻ എന്ന് പറഞ്ഞാൽ 1 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ അത് 2-ാമത്തെ വർഷം മുതലാണ് അതിൻ്റെ കോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ടോട്ടൽ കോസ്റ്റ് നെക്സ്റ്റ് ഇയർ ഫ്രം നൗ, അപ്പോൾ അടുത്ത വർഷം, അതായത് ഇപ്പോൾ അത് ഹോൾഡ് ചെയ്യുന്നത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഷം മുതലുള്ള മെഷീൻ എയുടെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഫോർ 2 മെഷീൻ എ ഇൻ ദി 3rd ഇയർ. അപ്പോൾ 3rd ഇയറിൽ മതിയല്ലോ. ആദ്യത്തെ 2 മെഷീൻ എന്ന് പറയുന്നത് 2 വർഷം കഴിഞ്ഞതായതുകൊണ്ട് 3-ാമത്തെ വർഷം തൊട്ടാണ് നമ്മൾ ആ കോസ്റ്റ് കമ്പയർ ചെയ്ത് പോകാൻ നോക്കുന്നത്. അപ്പം 2150 രൂപയാണ് ആ വർഷത്തെ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ്. 2 മെഷീൻ്റെ ആണ് 2150 രൂപ, 2 മെഷീൻ്റെ പ്ലസ് പിന്നെ ഒരു മെഷീനും കൂടെ ഉണ്ടല്ലോ, അതിന് 1 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ വർഷത്തെ നോക്കേണ്ട കാര്യമില്ല, കാര്യം അതിൻ്റെ ആ ലൈഫ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് 2-ാമത്തെ വർഷത്തെയാണ്, അതായത് 2700 രൂപയാണ്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ ആ ഒരു വർഷത്തെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 7000 ആണ്. 7000 എന്ന് പറയുന്നത് 7080 രൂപയേക്കാൾ കുറവാണ്. അപ്പം ആ വർഷം എന്ത് ചെയ്തിട്ടില്ല, ഈ മെഷീൻ ബിയേക്കാൾ എക്സീഡ് ചെയ്തിട്ടില്ല. അപ്പം ആ വർഷം ഇനി, അതായത് ഇനിയിപ്പം 1 വർഷവും കൂടെ ആകുമ്പോഴത്തേക്കും ഉടനെ അത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ. അതായത് ഈ മെഷീൻ
എയുടെ ആദ്യത്തെ 2 ടൈപ്പ്, മൂന്നാമത്തെ വർഷമാണ് നമ്മൾ നോക്കേണ്ടത്. കാര്യം അതിൻ്റെ 2 വർഷത്തെ ലൈഫ് കഴിഞ്ഞു. മൂന്നാമത്തെ വർഷത്തെ നോക്കുമ്പോൾ 2150 വെച്ച് 2 മെഷീൻ ആകുന്നു. പിന്നെ മൂന്നാമത്തെ മെഷീൻ എന്ന് പറയുന്നത് 1 വർഷമായിട്ടേ ഉള്ളൂ. അപ്പം അതിന് രണ്ടാമത്തെ വർഷത്തെ മെയിൻ്റെനൻസ് കോസ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ 2700 രൂപയാണ്. ഒരു മെഷീനല്ലേ ഉള്ളൂ, അപ്പം അത് 700 രൂപയാണ്. അപ്പം അത് നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാൾ താഴെയാണ്. അപ്പം ആ വർഷം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അത് കഴിഞ്ഞുള്ള 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഒന്ന് പരിശോധിച്ച് നോക്കാം. ടോട്ടൽ കോസ്റ്റ് ഡ്യൂറിങ് ദി സെക്കൻഡ് ഇയർ ഫ്രം നൗ ഫോർ ദ മെഷീൻ ഫോർ 3 മെഷീൻസ് എ. അപ്പം 2 വർഷം ആദ്യത്തെ വർഷം നോക്കിയപ്പോൾ, അതായത് ഇപ്പം ഓൾറെഡി 2 വർഷങ്ങൾ മെഷീൻ എയുടെ കഴിഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ വർഷവും ആദ്യത്തെ 2 മെഷീനും റീപ്ലേസ് ചെയ്യേണ്ട എന്നുള്ളത് നമുക്ക് ഈ ഒരു കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ മനസ്സിലായി. ഇനി നമ്മൾ ഈ വർഷം കഴിഞ്ഞ് ഇനി അടുത്ത വർഷം സെക്കൻഡ് ഇയർ ഫ്രം നൗ നമ്മൾ നോക്കുവാണ്. അപ്പം അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വർഷത്തെ നമ്മൾ നോക്കിയായിരുന്നല്ലോ. ഇനി അത് 2175 രൂപയാണ് 4th ഇയറിൽ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ അത് 2 മെഷീൻ്റെ നമുക്ക് അങ്ങനെയാണ് നോക്കേണ്ടത്. 2175 × 2. ദെൻ അപ്പം മറ്റേ അടുത്ത മെഷീന് ഈ ഒരു പീരീഡാണ്. അപ്പോൾ 2150 അതായത് ഒരു മെഷീനേ ഉള്ളൂ. അത് ആഡ് ചെയ്യുമ്പോൾ 6500 ആവുന്നത്. അപ്പോൾ അതും നമ്മളുടെ മെഷീൻ ബിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെയും കോസ്റ്റ് കുറവാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കണം. അപ്പോൾ 2 വർഷം, അതായത് ഇപ്പം കഴിഞ്ഞ് ഒരു 2 വർഷത്തേക്ക് ഈ 3 മെഷീനുകളും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ശരി, ഇനി നമുക്ക് അടുത്ത വർഷത്തതും കൂടി നോക്കാം, അതിനേക്കാൾ കൂടുന്നുണ്ടോ എന്നുള്ളത്. അതായത് മെഷീൻ ബിയുടെ ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പം അവിടെ നമ്മൾ 2475 രൂപയാണ് ആ ഒരു പീരീഡിൽ ആദ്യത്തെ 2 മെഷീനുകൾക്കുണ്ടാകുന്നത്. അപ്പോൾ 2475 × 2 പ്ലസ് അപ്പം നമ്മളുടെ മെഷീൻ മൂന്നാമതിരിക്കുന്ന മെഷീൻ എ ഈ ഒരു പീരീഡിലായിട്ടേ ഉള്ളൂ, 2175 രൂപയാണ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ 7125 റുപ്പീസ് ആകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, മെഷീൻ ബിയുടെ ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടിയിരിക്കുന്നു. അപ്പം നമുക്ക് ആ ഒരു പീരീഡിൽ, അതായത് നമ്മൾ ആ മെഷീൻ ഹോൾഡ് ചെയ്യുന്ന മെഷീൻ എ ഉണ്ടല്ലോ, അപ്പം ഈ ആ മെഷീൻ 5th ഇയറിൽ ആദ്യത്തെ 2 മെഷീൻസ് 5th ഇയറിലും അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത് ഹോൾഡ് ചെയ്യുന്ന മെഷീൻ 4th ഇയറിലും എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ടോട്ടൽ കോസ്റ്റ് ഓഫ് 3 മെഷീൻസ് ഇൻ ദി ഇയർ ഫ്രം നൗ ഈസ് 7125 which is more than 7080 being the total average cost of 2 machines B. So he can purchase 2 machines after 2 years from now. അപ്പം ഈ മെഷീൻസുകൾ അപ്പം 2 വർഷം വരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. 2 വർഷം വരെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ മെഷീനുകൾ തന്നെ ഹോൾഡ് ചെയ്യാം. കാര്യം മെഷീൻ ബിയുടെ ആവറേജ് കോസ്റ്റിനേക്കാൾ താഴെ മാത്രമേ നമ്മുടെ കയ്യിലിരിക്കുന്ന മെഷീനുകൾക്കാകുന്നുള്ളൂ. അപ്പോൾ 2 വർഷത്തിന് ശേഷം, ഇപ്പോൾ ഓൾറെഡി 2 വർഷങ്ങൾ കഴിഞ്ഞു, ആദ്യത്തെ 2 മെഷീൻസ് 2 വർഷം കഴിഞ്ഞു, ആദ്യത്തെ മെഷീന് മൂന്നാമതൊരു മെഷീന് 1 വർഷവും കഴിഞ്ഞു. അപ്പോൾ അത് ആ പീരീഡ് കഴിഞ്ഞുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഈ കമ്പാരിസൺസ് നടത്തിയത്. അപ്പോൾ ഇനി 2 വർഷങ്ങളും കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് മെഷീൻ ബി നമ്മുടെ ബിസിനസ്സിലേക്ക് വാങ്ങിച്ചാൽ മതി. അപ്പോൾ അത് ആ ഒരു പീരീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന 3 മെഷീനുകളും നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാൽക്കുലേഷൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, എല്ലാ ഡിസിഷനും എടുത്തു കഴിഞ്ഞു. മെഷീൻ ബി തന്നെയാണ് ബെസ്റ്റ് മെഷീൻ എന്ന് കണ്ടുപിടിച്ചു. അത് ഏത് പീരീഡിലാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിച്ചു. അപ്പം നമുക്ക് ഇങ്ങനെയും വരാം ക്വസ്റ്റ്യൻ, അതായത് ഒന്നുകിൽ നമുക്ക് ആ റീപ്ലേസ്മെൻറ്റ് ഏജ് ചോദിക്കാം, പിന്നീട് നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഏജ് 2 മെഷീൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ മെഷീൻസ് തന്നെ കമ്പയർ ചെയ്യുന്നത് കൂടാതെ അത് കൂടുതൽ നമ്പർ ഓഫ് മെഷീൻസിൻ്റെ ഒരു കമ്പാരിസണും വരാം. ഇത്രയും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള പ്രോബ്ലംസ് മാത്രമേ മാക്സിമം വരത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക.